Hi friends, ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആർട്ടിക്കിൾ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം ഒരു ക്വസ്റ്റ്യൻ ഈ വിഭാഗത്തിൽ നിന്നുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്ക് 1 മാർക്ക് കരസ്ഥമാക്കാം. അപ്പോൾ ഏതെല്ലാം വാക്കുകളുടെ കൂടെയാണ് ആർട്ടിക്കിൾ, ഏതെല്ലാം ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആർട്ടിക്കിൾസ് 2 തരമാണുള്ളത്, ഡെഫിനിറ്റീവ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ് അതിൽപ്പെടുന്നത്. അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ, ആൻ. ഈ 3 ആർട്ടിക്കിൾ അല്ലത് ദ, എ, ആൻ. ആന്, എയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും, ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് ഇവരെല്ലാം ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഓരോ വാക്കുകൾക്ക് കോൺസണന്റ് സൗണ്ട്, വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ആണ് ഉപയോഗിക്കുന്നത്. വ്യഞ്ജന ശബ്ദങ്ങൾക്ക് കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് എ പെൻ, എ ബാഗ്, അങ്ങനെ കോൺസണന്റ് സൗണ്ടായിട്ട് വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു. അതുപോലെ സിംഗുലർ നൗണിന് മുമ്പ് എ ചേർക്കണം. ഒരു സിംഗുലർ നൗണ് വരികയാണെങ്കിൽ അതിന് മുമ്പ് എ ആണ് ചേർക്കേണ്ടത്. എ മാൻ, എ സ്റ്റോറി, എ ടേബിൾ. അതുപോലെ വവൽ സൗണ്ട്, സ്വരശബ്ദം, എ, ഇ, ഐ, ഒ, യു. അതുപോലെ മലയാളത്തിൽ നമ്മൾ ആ, എ, ഇ, ഒ, ഉ എന്നീ ശബ്ദങ്ങൾ ആരംഭിക്കുന്ന നാമത്തിന് മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ ഓറഞ്ച്, ആൻ എയ്റോപ്ലെയിൻ എന്ന ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വവൽ സൗണ്ട്. അപ്പോൾ ഒരു വാക്ക് വവൽസിൽ ആരംഭിക്കുകയാണെങ്കിൽ അവ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ എച്ച് സൈലൻ്റായി വരുന്ന വാക്കുകൾ മുമ്പിലും ആൻ ഉപയോഗിക്കണം. ചില വാക്കുകൾ എച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വവൽ സൗണ്ടായിട്ടാണ് വരിക. ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. ആൻ അവർ എന്ന് പറയുമ്പോൾ എച്ച് സൈലൻ്റ് ആണ്. അതുപോലെ ആൻ ഓണർ, അതുപോലെ ആൻ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എച്ച് എന്ന് പറയുന്നത് വരുന്നില്ല. ഓണസ്റ്റ്, അതുപോലെ അവർ എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ അതിനു മുമ്പിലും നമ്മൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ യൂറോപ്യൻ, യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, യൂണിയൻ, വൺ, യുണീക്ക് തുടങ്ങിയ വാക്കുകൾ വവൽ ലെറ്റർ കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിലും ഇവയുടെ കൂടെ എ ഉപയോഗിക്കണം. അത് നമ്മൾ എഴുതുന്നത് വവൽസിലാണെങ്കിലും അവ ആരംഭിക്കുന്ന വാക്കുകൾ നമുക്ക് അത് ഒന്ന് വായിച്ചാൽ കിട്ടും. യൂറോപ്യൻ, യൂണിറ്റ്, യു എന്ന് പറയുന്ന ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവയുടെ കൂടെ എ ആണ് ഉപയോഗിക്കേണ്ടത്. എ യൂറോപ്യൻ, എ 1 rupee നോട്ട് എന്ന് പറയുന്നത് എ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഷോർട്ട് ഫോമിനുള്ള ആൻ, MLA, MP, MA, SI എന്നീ ഷോർട്ട് ഫോം ഉണ്ട്. അബ്രിവേഷന് മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ MLA, ആൻ LD ക്ലർക്ക്, ആൻ SI എന്നൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ദ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. യുണീക്കായിട്ടുള്ള വസ്തുക്കളുടെ മുമ്പിൽ ദ സൺ, ദ മൂൺ, ദ എർത്ത്, അങ്ങനെ യുണീക്കായിട്ടുള്ള വസ്തുക്കളുടെ മുമ്പിൽ ദ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ മതഗ്രന്ഥങ്ങളുടെ പേരിന് മുമ്പിൽ, അതുപോലെ ന്യൂസ് പേപ്പർ, റെഫറൻസ് ബുക്ക്, മാഗസിൻസ് അതിന് മുമ്പിലെല്ലാം ദ ആണ് ഉപയോഗിക്കേണ്ടത്. ദ രാമായണ, ദ ഗീത, ദ ഇന്ത്യൻ എക്സ്പ്രസ്. അതുപോലെ നെയിം ഓഫ് റിവേഴ്സ്, കനാല്, സീസ്, ഒസീൻ, അതുപോലെ ഗൾഫ് എന്നിവയ്ക്ക് മുമ്പിലും ദ ആണ് ഉപയോഗിക്കേണ്ടത്. ദ പസഫിക്, ദ അറേബ്യൻ സീ, ദ ഇന്ത്യൻ സീ എന്നിവയുടെ കൂടെ ദ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ രാജ്യത്തിൻ്റെ പൗരത്വം കാണിക്കുന്നതിന് ദ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ദ ബ്രിട്ടീഷ്, ദ ഫ്രഞ്ച്, ദ ഇന്ത്യൻ, ഇനി ദ ഇന്ത്യൻ എന്ന് പറയുക ഇന്ത്യൻ എന്ന് മാത്രം കാണിക്കുകയാണെങ്കിൽ അത് ലാംഗ്വേജിനെ കുറിച്ചാണ്, അവിടുത്തെ ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പൗരത്വത്തെ കാണിക്കുന്നതിന് അതിനു മുമ്പ് ദ എന്ന് ചേർക്കണം. ദ ബ്രിട്ടീഷ്, ദ ഫ്രഞ്ച്, ദ ഇന്ത്യൻ. അതുപോലെ ഷോർട്ട് ഫോമിൽ എഴുതാവുന്ന രാജ്യങ്ങളുടെ പേരിന് മുമ്പിൽ, ഷോർട്ട് ഫോമിൽ എഴുതാവുന്ന രാജ്യങ്ങളുടെ പേരിന് മുമ്പിൽ ദ USSR,
ദ UK, ദ USA രാജ്യങ്ങളുടെ മുമ്പിൽ ദായാണ് വരേണ്ടത്. മരുഭൂമികൾ, പർവ്വതനിരകൾ, ദ്വീപസമൂഹങ്ങൾ എന്നിവയുടെ പേരിന് മുമ്പിലും ദ ആണ് വരേണ്ടത്. ദ സഹാറ, ദ വെസ്റ്റ് ഇൻഡീസ്, ദ ഹിമാലയാസ്. അതുപോലെ നൗണായിട്ട് ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവിന് മുമ്പിൽ, ആഡ്ജക്റ്റീവ് എന്ന വിശേഷങ്ങൾ, ദ റിച്ച്, ദ അക്വേഴ്സ്ഡ്. അപ്പോൾ നൗണായിട്ട് ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവിന് മുമ്പിലും ദ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ സംഗീതോപകരണങ്ങളുടെ മുമ്പിലും ദ ആണ് ഉപയോഗിക്കേണ്ടത്. ദ ഗിത്താർ, ദ ഫ്ലൂട്ട്, ദ വയലിൻ. അതുപോലെ സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവിന് മുമ്പിൽ നമ്മൾ 3 ഡിഗ്രി പറഞ്ഞിരുന്നു. അതിൽ 3ാമത്തെ ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ദ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ, സൂപ്പർലേറ്റീവും ആഡ്ജക്റ്റീവിന് മുമ്പിലും ദ മോസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവ്. മോസ്റ്റ്, ദ മോസ്റ്റ്. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഏതെല്ലാം നോക്കാം. പ്രോപ്പർ നൗണിന് മുമ്പിൽ ദ ഉപയോഗിക്കരുത്. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളുടെ പേര് രാമു, അതുപോലെ ബാലു എന്നിവയുടെ പേരിൽ ഈ പ്രോപ്പർ നൗണിന് മുമ്പിൽ ദ ഉപയോഗിക്കരുത്. അതുപോലെ മെറ്റീരിയൽ നൗണിന് മുമ്പിൽ, മെറ്റീരിയൽ നൗൺ പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്ലാറ്റിനം ഈസ് എ പ്രീഷ്യസ് മെറ്റൽ എന്ന് പറയുമ്പോൾ അതിന് ദ എന്ന് ഉപയോഗിക്കരുത്. അതുപോലെ സ്പോർട്സ്, ഗെയിംസ് എന്നിവയുടെ മുന്നിലും ദ ഉപയോഗിക്കാൻ പാടില്ല. ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഐ പ്ലേ ദ ഫുട്ബോൾ എന്ന് പറയരുത്, ഐ പ്ലേ ഫുട്ബോൾ. ഇപ്പോൾ ദ, സ്പോർട്സ്, ഗെയിംസ് എന്നിവയുടെ മുമ്പിലും ദ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ആർട്സ്, സയൻസ് എന്നിവയുടെ മുന്നിലും ദ ഉപയോഗിക്കരുത്. ഇനി എ ആന്, പ്ലൂറൽ നൗണിന് മുമ്പിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. പ്ലൂറൽ നൗണിന് മുമ്പിൽ എ ആന് ഉപയോഗിക്കാൻ പാടില്ല. ചിൽഡ്രൻ ഒക്കെ പറയുമ്പോൾ ആ പ്ലൂറൽ നൗണാണ്. അപ്പോൾ അതിന് മുമ്പിൽ ആനോ എയോ ഉപയോഗിക്കാൻ പാടില്ല. അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ വാട്ടർ, മിൽക്ക് എന്നൊക്കെ പറയുന്ന അൺകൗണ്ടബിളിന് മുമ്പിൽ എ ആനോ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മീൽസിൻ്റെ പേരുകൾക്ക് മുമ്പിൽ, മീൽസിൻ്റെ പേര് ലഞ്ച് എന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ അതിൻ്റെ പേരുകൾക്ക് മുമ്പിലും എയോ ആനോ ഉപയോഗിക്കരുത്. അതൊരു സെൻറ്റൻസിൽ കൈൻഡ് ഓഫ്, ഷോർട്ട് ഓഫ് എന്നീ വാക്കുകൾക്ക് ശേഷം വരുന്ന നൗണിനോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഈ കൈൻഡ് ഓഫ്, ഷോർട്ട് ഓഫ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാട്ട് കൈൻഡ് ഓഫ് അനിമൽ ഈസ് ഇറ്റ്. കൈൻഡ് ഓഫോ ഷോർട്ട് ഓഫ് വാക്കുകൾക്ക് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗണിന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഹോണസ്റ്റി ഈസ് ഡാഷ് ബെസ്റ്റ് പോളിസി. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവാണ്. സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവിന് മുമ്പിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഓണസ്റ്റി ഈസ് ദ പോളിസി. ഇനി അടുത്ത് നോക്കാം. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് അറ്റ് ദി ഹോട്ടൽ. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് അറ്റ് ദി ഹോട്ടൽ. നമ്മൾ പറഞ്ഞ യൂറോപ്പിൻ്റെ മുമ്പിൽ എ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ മെറ്റ് എ യൂറോപ്യൻ ടൂറിസ്റ്റ് അറ്റ് ദി ഹോട്ടൽ. അടുത്തത് ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ. അപ്പോൾ വണ്ണിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു എ ആണ് ഉപയോഗിക്കേണ്ടത്. വണ്ണിന് മുമ്പിൽ എ ഉപയോഗിക്കണം. കാരണം വൺ എന്ന് പറയുന്നത് ഒരു വവൽസ് ലെറ്റർ ആണെങ്കിലും അത് വരുന്നത് സൗണ്ട് വേറെയാണ്. അപ്പോൾ എ ആണ് ഉപയോഗിക്കേണ്ടത് വണ്ണിൻ്റെ കൂടെ. ഐ സോ എ വൺ എയ്ഡ് മാൻ. അടുത്തത് ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ഡാഷ് നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്.
dash honest man is no dash noblest work of God. H സൈലൻ്റായി വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ആനാണ് ഉപയോഗിക്കേണ്ടത്. ആൻ. അതുപോലെ നോബ്ലസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ദി നോബ്ലസ്റ്റ് എന്ന് പറയുന്നത് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. അതുപോലെ ദാറ്റ് വാസ് നോട്ട് ഡാഷ് ഓണസ്റ്റ് തിങ് ടു ഡു. ദാറ്റ് വാസ് നോട്ട് ഡാഷ് ഓണസ്റ്റ് തിങ് ടു ഡു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതേ ഇത് തന്നെ വരുന്നത്. എച്ചിന് മുമ്പ് ഓണസ്റ്റിന് മുമ്പ് ആൻ ഉപയോഗിക്കണം. അടുത്തത് സ്കൂൾ ഹാസ് ന്യൂ ഡാഷ് സ്കൂൾ ഹാസ് ഡാഷ് ന്യൂ ലുക്ക്. സ്കൂൾ ഡാഷ് സ്കൂൾ ഹാസ് ഡാഷ് ന്യൂ ലുക്ക്. അപ്പോൾ ദി സ്കൂൾ the school has a new look. അടുത്ത് വരുന്നത് I first met him dash year ago. I first met him dash year ago. അപ്പോൾ അതിന് ഉത്തരം എ ഇയർ എഗോ. ഐ ഫസ്റ്റ് മെറ്റ് ഹിം എ ഇയർ എഗോ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.